മുഹമ്മദ് ബിൻ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹും, അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരക്കുട്ടിയായ ഖാസിം, അദ്ദേഹം തൻ്റെ പിതൃ സഹോദരി അമ്മായിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടത് നേരത്തെ ബഹുമാനായ മാലിക് സലഫിയുടെ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ടു. ഇക്ഷിഫീലി അൻ ഖബരി റസൂലില്ലാഹി വ ഖബരി സ്വാഹിബൈഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറും രണ്ട് കൂട്ടുകാരുടെ ഖബറും എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും എപ്പോഴും വന്ന് കണ്ടുപോകുന്ന സിയാറത്ത് ടൂറുകൾ ധാരാളമായി ഉള്ള, വാഹനങ്ങൾ ധാരാളമായി വന്നിറങ്ങുന്ന ഒരു ദർഗയായിരുന്നു അത് എങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ആയിഷ ബീവിൻ്റെ റൂമിലാണ് ഖബറുള്ളത്. ആ ഖബറിനും അവർ കിടക്കുന്നതിനും ഇടയിൽ അവർ ചെറിയ വിരി ഇട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. ആ വിരിക്ക് അപ്പുറത്ത് ഖബർ, ഇപ്പുറത്ത് ആയിഷ ബീവിയുടെ താമസം. ആ പള്ളിയിൽ എല്ലാ നേരം നിസ്കരിക്കാൻ വരുന്ന ആളായിരിക്കുമല്ലോ അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരക്കുട്ടി. അവരാണ് അമ്മായിയുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നത്, എനിക്ക് ഖബറൊന്ന് കാണിച്ചു തരുമോ? ഫകശഫത് ലി അൻ സലാസത്തി ഖുബൂർ, അവർ എനിക്ക് 3 ഖബറുകൾ കാണിച്ചു തന്നു. അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതല്ല, ഉയർത്തപ്പെട്ടതുമല്ല, ബൽ റുഫിഅത് നഹ്വ ശിബിരിൻ, ഒരു ചാണോളം അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇതാണ് നബിതങ്ങളുടെ ഖബറിൻ്റെ ശരിയായ രീതി. അന്ന് അവിടെ വേറെ ചുമരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവിയുടെ റൂമിലാണ് ആ ഖബറുള്ളത്. ആയിഷ ബീവി ആ റൂമിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു.